ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയും കല്ലുമുക്കയും മസാലയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കല്ലുമുക്ക എടുക്കും. ഇത് ഏകദേശം 1 കിലോ കല്ലുമുക്ക ഉണ്ട്. അതൊരു പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഒരു പാത്രത്തിൽ മൂടി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ബട്ടൂരൻ്റെ മാവ് കുഴക്കുന്നത് കാണാം. അപ്പോൾ അതിലേക്ക് ഒരു പാത്രം എടുക്കും. അതിൽ 1 കപ്പ് പാല്, 1 മുട്ട, ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ 3 കപ്പ് മൈദ. 1 കപ്പ് പാലിന് 3 കപ്പ് മൈദയുടെ കണക്കിൽ നമ്മളതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് ബട്ടർ, ഉരുക്കിയ ബട്ടറും കൂടി ചേർക്കുക. അപ്പോൾ ഇത് എൻ്റെ കണക്കാണ്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ 1 കപ്പ് പാലിൽ 3 കപ്പ് മൈദ. ചില ആൾക്കാർ എന്താ വെച്ചാൽ അതിൽ ഗോതമ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മൈദ അത് ചേഞ്ച് ആക്കാം എത്രയാണെന്ന് വെച്ചാൽ. അത് നല്ല രീതിയിലൊന്ന് കുഴച്ച് വെക്കുക. ഇത് നല്ലോണം ലൂസാവാനും പറ്റൂല, ഓവർ ടൈറ്റ് ആവാനും പറ്റൂല. അങ്ങനെ ആയിരിക്കണം, ഇല്ലെങ്കിൽ പൊന്തുന്നതിന് പ്രശ്നം വരും. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കുക. ഇത് നല്ലോണം കുഴച്ചിട്ട് നമ്മളെന്താ വെച്ചാൽ ഇതൊരു സിംഗിൾ ബോൾ പോലെയാവും. എന്നിട്ട് അതിൽ കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ആക്കിയിട്ട് നല്ലോണം ഇങ്ങനെ ബോൾ പോലെ, നല്ല പൊട്ടുന്നൊന്നും ഇല്ലാണ്ട് നല്ല ബോൾ പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിത് ഒരു ചൂടുള്ള സ്ഥലത്ത് വെക്കാം. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ വെക്കാം. ഓക്കെ. ഇത് ചൂടുപാത്രമാണ്. അപ്പോൾ നമുക്കിനി കല്ലുമ്മക്കായ പരിപാടി നോക്കാം. കല്ലുമ്മക്കായ ഈ ഭാഗത്ത് ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗത്ത് ഒരു കച്ചറി ഉണ്ടാവും. അത് കളയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് ചിലപ്പോൾ കടിക്കാൻ കിട്ടിയാൽ മുടയേ പോകും. അപ്പോൾ ഈ കല്ലുമ്മക്കായെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അതിൽ മസാല ആക്കുക. അതിലിപ്പം മഞ്ഞപ്പൊടി, മുളക് പൊടി, പെപ്പർ, ഉപ്പ്, ഇത് മാത്രം ഇട്ട് നമ്മൾ മസാലയ്ക്ക് വെക്കുന്നുണ്ട്. ഇനിയിപ്പം മസാലയ്ക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതൊരു പാനിലേക്ക് ഇടുക. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ഇടുക. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇടുക. ഇതിപ്പോൾ ഏകദേശം 4 ഉള്ളിയുണ്ട്. പിന്നെ അതിന് ശേഷം ഉള്ളി കഴിഞ്ഞാൽ തക്കാളി ഇടുക. മീൻ ടൈമിൽ നമുക്ക് ഒരു പാത്രത്തിൽ ഇത് പൊരിച്ച് വെക്കാം. കല്ലുമ്മക്കായ പൊരിച്ച് വെക്കാം. ഓൾറെഡി കുക്ക് ചെയ്താൽ എന്നാലും പൊരിക്കാം, ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടി. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തക്കാളി സെറ്റായ ശേഷം അതിലേക്ക് കുരുമുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് കല്ലുമ്മക്കായ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അതിന് കുറച്ച് സമയം തന്നെ ഉള്ളിയെല്ലാം ഉടഞ്ഞിട്ട് നമുക്കൊരു പറ്റ് പോലെ ആയി കിട്ടും. ഓക്കെ. ഇനി അടുത്തെന്ന് വെച്ചാൽ ബട്ടൂര സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ബട്ടൂര ഒരു 3-4 കുറച്ച് ബോളാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പരത്തി കഴിഞ്ഞ ശേഷം 4 കഷ്ണമായിട്ട് കട്ട് ചെയ്യും. അത് നമുക്ക് കുറച്ച് നല്ല ഷേപ്പ് കിട്ടും. ഇതുപോലെ അപ്പോൾ ഇങ്ങനെ 4 എണ്ണമായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നല്ല ഓവർ ചൂടില്ലാത്ത ഓയിലിൽ ഇത് ഇട്ടിട്ട് ഇങ്ങനെ പൊരിക്കുക. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി, ഓവർ കളറാണെന്നില്ല. ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ ബട്ടൂര. ഇത് ഏകദേശം 3 കപ്പ് മൈദയിൽ ഇത്രയും ബട്ടൂര ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സംഭവം പൊളിയായിട്ടുണ്ട്. അതിനപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഗുഡ് ബൈ. പൊളി.